ഹലോ കൂട്ടുകാരെ, രമ്യാസ് വേർഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാലക്കാടൻ സ്റ്റൈൽ മുട്ടപ്പുളിയാണ്. മുട്ടപ്പുളിക്ക് ആവശ്യമായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പച്ചമുളക്, ഒരു തക്കാളി, ഒരു സവാള, 2 പീസ് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില എന്നിവയാണ്. മുട്ടപ്പുളി ഉണ്ടാക്കാനായി ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി ഗ്യാസിലോട്ട് വെച്ച് നമുക്ക് മൺചട്ടി ചൂടാകുമ്പോൾ അതിലോട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. വെളിച്ചെണ്ണയെല്ലാം ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് ഉലുവയിടുക. ഉലുവയെല്ലാം നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി എടുത്തിടാം. തക്കാളി വേഗത്തിൽ ഉടയുന്നതിനായി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പെല്ലാം ചേർത്ത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതെല്ലാം ഇളക്കി നന്നായിട്ട് മസാലയെല്ലാം അതിൽ പിടിച്ചതിനു ശേഷം ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ട്. അതെല്ലാം നന്നായി പിഴിഞ്ഞ് ആ വെള്ളം അതിലോട്ട് ചേർക്കാവുന്നതാണ്. പുളിയെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർക്കാൻ. ഞാനിവിടെ സ്വല്പം പുളിയാണ് എടുത്തിട്ടുള്ളൂ. പുളിയെല്ലാം ഇട്ട് നന്നായി തിളച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ച് തേങ്ങ അരച്ചിട്ടുണ്ട്. തേങ്ങ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തേങ്ങ അരയ്ക്കുന്നതിലോട്ട് 2 ചെറിയ ഉള്ളി ആഡ് ചെയ്യാൻ മറക്കരുത്. ചെറിയ ഉള്ളി ആഡ് ചെയ്ത് വെച്ചാൽ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതെല്ലാം ഇട്ട് നന്നായിട്ട് തിളവന്നതിന് ശേഷം നമുക്ക് മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിക്കുക. ഒരു 4 മുട്ടയാണ് ഞാനിവിടെ പൊട്ടിച്ചൊഴിക്കുന്നത്. ആ മുട്ടയെല്ലാം ഒഴിച്ച് നന്നായി തിളവന്നതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ.